ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റുഗറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ. വളരെ നല്ലൊരു പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം ഇന്നത്തെ പ്രൊമോയിലുണ്ട്. നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന ഇന്നത്തെ പ്രൊമോയിലുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ വീഡിയോയിൽ. എന്താണെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് വിഷമമുള്ള കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ട്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അർജുനും അഞ്ജലിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നൊരു സംഭവം ആരും അറിയാത്ത ഒരു രഹസ്യമായി സൂക്ഷിക്കുകയാണ് അർജുനും അഞ്ജലിയൊക്കെ. പക്ഷേ ഈ ഒരു സംഭവം അഞ്ജലിയുടെ അച്ഛനും അമ്മയും അറിയുന്നു. വലിയൊരു ഇഷ്യൂയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അഞ്ജലിയുടെ അച്ഛനാണെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നു. ഇതൊരു സ്വപ്നമായിരുന്നു. പക്ഷേ അർജുൻ അഞ്ജലി വിവാഹം കഴിഞ്ഞു എന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സത്യത്തിൽ ഒരു സ്വപ്നമായിട്ട് അഞ്ജലിയുടെ മനസ്സിലേക്ക് വന്നതാണ്. ഇത് തന്നെയാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത്. അവർ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രൊമോയിലും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് സംഭവിക്കാൻ. ഉടൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് എപ്പിസോഡിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ സ്വപ്നമായിരുന്നെങ്കിൽ അത് യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ ഇന്നത്തെ പ്രൊമോയിലുണ്ട്. അതിന് കാരണക്കാരി അനുപമയാണ്. നമുക്കറിയാലോ, അഞ്ജലിക്ക് ഒരിക്കലും സമാധാനം ഈ അനുപമ കൊടുക്കില്ല. അഞ്ജലി സുഖമായിട്ട് ജീവിക്കാൻ പാടില്ല, അഞ്ജലി കേസിൽ വിജയിക്കാൻ പാടില്ല. അങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനുപമയാണ് എന്നും അഞ്ജലിക്കെതിരെ നിന്നിട്ടുള്ളത്. രാഘവനേക്കാളും കുറുപ്പിനേക്കാളും കാർത്തിക്കിനേക്കാളും കാവ്യനേക്കാളും ഏറ്റവും കൂടുതൽ എന്നും അഞ്ജലിയെ ദ്രോഹിക്കുന്നത് അനുപമയാണ് എന്ന് പല വട്ടം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ കാർത്തിക് പത്മ കേസിലെ ഹാർഡ് ഡിസ്ക് മുതൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഈ കേസിൻ്റെ പല ഘട്ടങ്ങളിലും വിജയിക്കാനുള്ള തൊട്ടടുത്ത് വരെ എത്തിയപ്പോഴും അതിനെല്ലാം തടസ്സം നിന്നതും അത് പൊളിച്ചടുക്കിയതും എല്ലാം അനുപമ തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ച വേറൊരു വലിയ കാര്യം എന്ന് പറയുന്നത് രാഘവനെതിരെ കൃത്യമായ നീക്കങ്ങൾ നമ്മുടെ അഞ്ജലിക്കുട്ടി നടത്തുന്നു എന്നതാണ്. ബാർ കൗൺസിലിൽ രാഘവനെതിരെ ഒരു പരാതി നമ്മുടെ അഞ്ജലിക്കുട്ടി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കോടതിയിൽ ആ വക്കീൽ കുപ്പായം ഊരി വെക്കാനുള്ള പണികളൊക്കെ നമ്മുടെ അഞ്ജലി ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെ ഒരു പണി രാഘവൻ പ്രതീക്ഷിച്ചതേ ഇല്ല. അതുപോലെ തന്നെ കുഞ്ഞമ്മയെ വെച്ച് കുറുപ്പൊരു കളി കളിച്ചിരുന്നു. നമ്മുടെ അഞ്ജലിക്കെതിരെ പരാതി കൊടുത്തിട്ട് അവിടെ പോയി തരകനെ കൊണ്ട് കുറച്ച് കളിയൊക്കെ കളിച്ചിരുന്നു ഈ കുറുപ്പ്. പക്ഷേ അത് തിരിച്ച് കുറുപ്പിന് 8ൻ്റെ പണിയായിട്ട് കൊടുത്തു. നമ്മുടെ അഞ്ജലി നല്ല രീതിയിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തു കുറുപ്പിന്. കുറുപ്പ് ഒട്ടും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല ഇങ്ങനെ സംഭവിക്കുന്നു. ഈ കുഞ്ഞമ്മയെ വെച്ച് തന്നെ പത്മയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തിരിക്കുകയാണ് അഞ്ജലി. അപ്പോൾ തീർച്ചയായും ഇത് കോടതിയുടെ പരിഗണനയിൽ വരികയും പത്മയെ കണ്ടെത്തണം, ഹാജരാക്കണം എന്ന് കോടതി ഉത്തരവാകുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അന്വേഷണം കുറുപ്പിനും രാഘവനെതിരെയൊക്കെ വരും, കാർത്തികിനെതിരെയൊക്കെ വരും. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഭയമായിട്ട് കുറുപ്പിനും രാഘവനൊക്കെ മാറിയിട്ടുള്ളത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് രാഘവനും കുറുപ്പിനെതിരെയൊക്കെ മാറും കേട്ടോ. അപ്പോൾ ആകെ മൊത്തത്തിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ് കുറുപ്പും രാഘവനൊക്കെ ഉള്ളത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഏറ്റവും അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് രാഘവൻ ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെ വന്നിട്ട് അഞ്ജലിയെ കാണാനായിട്ട് വീട്ടിലെത്തുകയും അച്ഛനോട് വന്നിട്ട് ഒരു കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആ സമയത്ത് തന്നെ നമ്മുടെ അഞ്ജലിക്കുട്ടി വരുന്നൊരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. എന്താണെങ്കിലും കാര്യങ്ങൾ കൃത്യമായി തന്നെ അഞ്ജലിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പലപ്പോഴും തിരിച്ചടികൾ കിട്ടാറുണ്ടെങ്കിലും നമ്മൾ അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, അഞ്ജലിയുടെ ദിവസങ്ങൾ വരും, പത്മ കേസ് വളരെ പോസിറ്റീവായിട്ട് തിരിച്ചെത്തുമെന്നൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ. എന്താണെങ്കിലും കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നു. ഇന്ന് വന്ന പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്ന് ആദ്യം വന്ന സീൻ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ്. ഞാൻ ഈ പ്രൊമോയുടെ റിവ്യൂ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കാനായിട്ട് പോവുകയാണ് എന്ന്. അത് വേറൊന്നുമല്ല, നമ്മൾ പ്രൊമോയിൽ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത് അഞ്ജലി വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ അർജുൻ്റെ അടുത്തേക്ക് വരുന്നൊരു സീനാണ്. അഞ്ജലി ഈ ഒരു സമയത്ത് ഇത്രയും ഹാപ്പി ആകണമെങ്കിൽ അതെന്തായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എനിക്ക് തോന്നിയൊരു കാര്യം,
നിങ്ങളോട് ഞാൻ പറയുകയാണ്, അത് വേറൊന്നുമല്ല, പത്മയെ കണ്ടെത്തി എന്നുള്ളതാണ്. ഉറപ്പായിട്ടും അത് തന്നെയാണ്. ഇല്ലെങ്കിൽ ഇത്രയധികം ഹാപ്പി ആയിട്ട് നമ്മൾ അർജുൻ്റെ അടുത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? കാരണം ഈ ഒരു ടൈം പീരീഡിൽ അഞ്ജലിക്ക് ഏറ്റവും ഹാപ്പിനെസ് നൽകുന്ന സംഭവം ഒരിക്കലും അർജുൻ അഞ്ജലി വിവാഹം കഴിഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഉറപ്പായിട്ടും പത്മയെ കണ്ടെത്തി എന്തോ ഒരു വ്യക്തമായ സൂചന, പത്മ എവിടെയുണ്ട് എന്നൊരു വ്യക്തമായ സൂചന ലഭിച്ചിരിക്കുന്നു എന്നാണ് ആ ഒരു സീനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. അല്ലാതെ ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് വേറൊരു റീസണും അഞ്ജലിക്ക് ഇത്രയധികം സന്തോഷം ഉണ്ടാകാനായിട്ട് കാണുന്നില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, സംഭവം അതായിരിക്കുമെന്ന്. പക്ഷേ ഇത്രയധികം സന്തോഷങ്ങൾ അഞ്ജലിയെ തേടി വരുമ്പോഴും ഒരു എന്താ പറയുക, ആ കഷ്ടകാലം എപ്പോഴും അഞ്ജലിയുടെ കൂടെ ഉണ്ടല്ലോ. അതാണ് പിന്നീട് നമ്മൾ പ്രൊമോയിൽ കാണുന്നത്. അനുപമ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അഞ്ജലി അർജുൻ വിവാഹം കഴിഞ്ഞു എന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതൊന്ന് നാശമാക്കിയില്ലെങ്കിൽ അനുപമയ്ക്ക് മനസ്സമാധാനം കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് അനുപമ വീട്ടിൽ വന്നിരിക്കുകയാണ്, എല്ലാവരോടും വിളിച്ചു പറയുകയാണ്, നിങ്ങളെ അവൾ ചതിച്ചു, അഞ്ജലി നിങ്ങളെ ചതിച്ചു, അവൾ വേറൊരുത്തന് താലി കെട്ടി, നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അവൾ തകർത്തു, അവൾ വേറൊരുത്തിന് താലി കെട്ടാൻ വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുത്തു. ഇങ്ങനെ അഞ്ജലിയെ പറ്റിയുള്ള ഈ അഞ്ജലി അർജുൻ വിവാഹം കഴിഞ്ഞു എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അനുഭവം വന്ന് പറയുകയാണ്. ഈ ഒരു സംഭവം കേട്ടിട്ട് നമ്മുടെ അച്ഛനും അമ്മയും ആര്യയും എല്ലാവരും, അമ്മായി ഉൾപ്പെടെ എല്ലാവരും ഷോക്കഡായിട്ട് നിൽക്കുന്ന ഒരു സീനാട്ടോ നമ്മൾ കാണുന്നത്. അനുപമയ്ക്ക് ഇരിപ്പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവം വീട്ടിൽ പറഞ്ഞ അവിടെ എന്തെങ്കിലുമൊക്കെ ദുരന്തം നടത്തിയില്ലെങ്കിൽ അനുപമയ്ക്ക് മനസ്സമാധാനം ഇല്ല. എന്നാൽ സ്വന്തം അനീതിയാണ്, സ്നേഹിക്കുന്ന ഒരാളാണ്, അവർ തമ്മിൽ കല്യാണം കഴിച്ചോട്ടെ, അവർ ജീവിച്ചോട്ടെ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും തന്നെ അനുപമയ്ക്കില്ല. അനുപമ വന്ന് ഈ കാര്യം പറയുമ്പോൾ ഈ ഒരു സംഭവം കേട്ടിട്ട് നമ്മുടെ അഞ്ജലിയുടെ അച്ഛനും അമ്മയൊക്കെ ആകെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ഏറ്റവും വലിയ സങ്കടമുള്ളൊരു കാര്യം, അർജുനും അഞ്ജലിയും പത്മയെ കണ്ടെത്തി എന്ന രീതിയിൽ കാര്യങ്ങൾ വളരെ സന്തോഷിച്ച് ആ ഒരു ഇൻസിഡൻ്റൊക്കെ നടന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ദുരന്തമായിട്ട് അനുപമ വരുന്നത്. ഒരു രീതിയിൽ നമ്മുടെ അഞ്ജലിക്ക് സമാധാനം കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചൊരു മട്ടിലാണ് ഈ അനുപമ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കാരണം അനുപമയ്ക്ക് എപ്പോഴും ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് ശംഖുചക്രത്തിൽ നിൽക്കുക. അഞ്ജലി ഒരു കാരണവശാലും അവിടെ കയറി വരരുത് എന്നാണ് അനുപമ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് അനുപമയുടെ വെറും സ്വപ്നം മാത്രമാണ്. അഞ്ജലി അർജുനെ വിവാഹം കഴിച്ചത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം വരും, ശംഖുചക്രത്തിൽ അഞ്ജലി മരുമകളായി വരിക തന്നെ ചെയ്യും. അനുപമ അതിന് എത്ര കാര്യങ്ങൾ ചെയ്തു വെച്ചാലും അനുപമ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് അനുപമയ്ക്ക് ഇപ്പോഴും അറിയില്ല. എന്താണെങ്കിലും നല്ലൊരു പ്രൊമോയാണ് വന്നിട്ടുള്ളത്. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് നമ്മൾ വരാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ, ബൈ ബൈ.